എൻ്റെ പേര് നിബിൻ. ഗുഡ് വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ചെന്ന ചാറ്റ് മസാലയാണ് നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് 250 ഗ്രാം വൈറ്റ് ചെന്നയാണ്. അപ്പോൾ നമ്മൾ ഇതിനായി ആദ്യം എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്. അത് കുനുകുനാന്ന് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ എടുത്തിരിക്കുന്നത് 2 കഷ്ണം സവോള നൈസായിട്ട് കുനുകുനാന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 3 നാരങ്ങയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീരിനാണ്, ചെന്നൈയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തക്കാളി നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്, കുനുകുനാന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്. ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, ഇല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഉപ്പാണ്. ഇനി നമ്മൾ അടുത്തതായി എടുത്തിരിക്കുന്നത് പെപ്പറാണ്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെന്ന ചാറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചാറ്റ് മസാല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെന്ന ചാറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാം. ആദ്യമായി നമ്മൾ 250 ഗ്രാം ചെന്നൈയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഇതിനെ ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക്. അടുത്തായി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതാണ് ചെറുനാരങ്ങയുടെ നീര്. ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് പച്ചമുളക്. ആഡ് ചെയ്യുകയാണ്. പിന്നെ സവോള, തക്കാളി നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യണേ. എല്ലാ മസാലയും ഇട്ടിട്ടാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യണേ. മല്ലിയിലയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി എല്ലാം നമ്മൾ മസാലയൊക്കെ ഇട്ട് തിരുമ്മിയിട്ട് ലാസ്റ്റ് ഇട്ട് ഇടാം. തക്കാളി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഒരു മാഷായി പോകും. നമ്മളിത് നന്നായിട്ട് കുഴയ്ക്കാനുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ ഓരോന്നായി ഇടാം. ഞാനൊരു കാശ്മീരി ചില്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവ് വേണ്ടവർക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടി, നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യൻ രീതി ചെയ്യുമ്പോൾ കുരുമുളക് പൊടി യൂസ് ചെയ്യാറില്ല. വൈറ്റ് പെപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചേർക്കാറുള്ളത്. അപ്പം ഞാനിത് എൻ്റെ രീതിക്ക് ഒരു ഫ്യൂഷൻ സ്റ്റൈൽ ചെയ്യുന്നതാണ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെന്നയുടെ കൂടെ ചേർക്കാവുന്നതാണ് ചാറ്റ് മസാല. അത് നമ്മൾ ആവശ്യാനുസരണം ആഡ് ചെയ്യാം. ഇതിൻ്റെ ഫ്ലേവർ ചിലവർക്ക് ഇഷ്ടപ്പെടുകയില്ല, ഇല്ലാത്തവർക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ കുരുമുളക് പൊടി ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പുരട്ടി വയ്ക്കാം. ഇച്ചിരി നേരം നമ്മൾ ഇച്ചിരി നേരം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ല ചെന്ന ചാറ്റ് നന്നായിട്ട് ഇരുമി പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല കളറാണ്. നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരും ചെന്ന ചാറ്റിൽ പപ്പടം ആഡ് ചെയ്യാറില്ല. നമ്മുടെ ഒരു പുതിയ പരീക്ഷണമാണ്. അത് നിങ്ങളും വീടുകളിൽ പോയി ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് പപ്പടം ഒന്ന് പൊട്ടിച്ചിടുക. നമുക്ക് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിലർ മിക്സറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ഏരിയയിൽ ബോംബെയിലൊക്കെ ചെല്ലുമ്പോൾ കൂടുതൽ മിക്സറാണ് ചാറ്റിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിക്കൊരു പപ്പടം ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചെന്ന ചാറ്റ് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയായ ചെന്ന ചാറ്റ് മസാല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി ഇത് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം.
അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടിപൊളി ഡിഷുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഷെഫ് നിതിൻ.